ചേരുന്നു. അനു, എത്ര ദിവസം ഈ നട അടച്ചിടും? എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ അക്കാര്യത്തിൽ? മേൽശാന്തിയുമായോ തന്ത്രിയുമായോ സംസാരിക്കാനായോ? ദേവസ്വം ബോർഡിന്റെ വിശദീകരണം അത് ലഭ്യമായിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് മെമ്പർമാരിൽ ഒരാൾ സന്നിധാനത്തുണ്ട് എന്ന് നേരത്തെ പത്മകുമാർ നമ്മോട് പറഞ്ഞിരുന്നു. അനു, കേൾക്കാമോ? ശുദ്ധിക്രിയകൾക്ക് ശേഷം 1 മണിക്കൂറിനുള്ളിൽ, പരിഹാരക്രിയകൾക്ക് ശേഷം 1 മണിക്കൂറിനുള്ളിൽ നട വീണ്ടും തുറക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത്. അത്തരത്തിലുള്ള സ്ഥിരീകരണം തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നറിയുന്നു. ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പ്, ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് ശബരിമല നട അടച്ചത്. യുവതികൾ എത്തി എന്ന സ്ഥിരീകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നട അടച്ചിട്ടത്. അതിനുശേഷം ശുദ്ധിക്രിയയ്ക്ക് ശേഷം, പരിഹാരക്രിയയ്ക്ക് ശേഷം 1 മണിക്കൂറിനുള്ളിൽ നട തുറക്കും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായി എന്നറിയുന്നു. അനു, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട? രഞ്ജിത്ത്, 1 മണിക്കൂറിന് ശേഷം നട തുറക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ തന്ത്രിയുടെയും മേൽശാന്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ശുദ്ധികലശമടക്കമുള്ള പൂജകൾ നടത്തിയതിനു ശേഷം, ആചാരലംഘനം നടന്നതിന്റെ സാഹചര്യത്തിൽ ശുദ്ധികലശമടക്കമുള്ള പൂജകൾ നടത്തിയതിനു ശേഷം 1 മണിക്കൂറിനകം നട തുറക്കും എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായിരുന്നാലും ഈ നട അടച്ചിടുക എന്നത് തങ്ങളുടെ പ്രതിഷേധമാണെന്ന ഒരു തരത്തിലുള്ള വ്യാഖ്യാനം തന്നെയാണ് ദേവസ്വം ബോർഡല്ല തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ 1 മണിക്കൂറിന് ശേഷം അയ്യപ്പ ഭക്തർക്ക് വീണ്ടും ദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ്. ഇപ്പോൾ നേരത്തെ ഫ്ലൈ ഓവറുകളിൽ ഉണ്ടായിരുന്ന തീർത്ഥാടകരെ ഇപ്പോൾ വടക്കേ നടയിലേക്ക് ഇറക്കിവിടാതെ ബസക്കുളത്തിന്റെ ഭാഗത്തേക്ക് ഇറക്കിവിടുകയാണ്. തുടർന്ന് വീണ്ടും ഇവർ 18-ാം പടി കയറണമോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. കാരണം ഇവർ ആദ്യം തേങ്ങ എടുത്ത് 18-ാം പടി കയറിയവരാണ്. 1 മണിക്കൂർ ശേഷം വീണ്ടും നട തുറക്കുമ്പോൾ ഇവർ 18-ാം പടി കയറണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഇവിടെ ഒരു ആശങ്കയുണ്ട്. എന്നാൽ ഇവർക്ക് വീണ്ടും ഈ വടക്കേ നട വഴി തന്നെ തിരിച്ച് വീണ്ടും ദർശനത്തിന് സൗകര്യമൊരുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായിരുന്നാലും ഈ നേരത്തെ ഉണ്ടായിരുന്ന നട അടച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ആശങ്ക മാറിയിരിക്കുന്നു. കൃത്യമായി 1 മണിക്കൂറിന് ശേഷം നട തുറക്കും എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി സന്നിധാനത്തു നിന്നും പറയാൻ കഴിയുന്നത്. രഞ്ജിത്ത്, അനു, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വലിയ തിരക്കുണ്ടായിരുന്നു അവിടെ. ഇന്നും കാര്യമായ തിരക്കുണ്ടോ? ഭക്തർക്ക് സുഗമമായ ദർശനം നടത്താൻ സാധിക്കുന്നുണ്ടോ? ഈ ഭക്തരെയൊക്കെ എങ്ങോട്ടേക്കാണ് മാറ്റിയിരിക്കുന്നത്? ഈ 1 മണിക്കൂറിന് ശേഷം അവരെ പ്രവേശിപ്പിക്കുക, അത്തരത്തിലൊരു തീരുമാനമാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ള തീരുമാനം തന്നെയാണ്. ഈ മകരവിളക്കാലത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായ തീർത്ഥാടന തിരക്ക് ഇന്നും ഉണ്ടായിരുന്നു. വലിയൊരു തീർത്ഥാടന തിരക്ക് തന്നെയായിരുന്നു ശബരിമലയിലേക്ക് ഇന്നും ഉണ്ടായിരുന്നത്. ഈ 18-ാം പടി കയറി വന്ന ഭക്തജനങ്ങളെ ഇപ്പോൾ അയ്യപ്പ ദർശനം സാധ്യമാകാത്ത, അതായത് നട അടച്ചതിന് ശേഷം അയ്യപ്പ ദർശനം സാധ്യമാകാത്ത ഭക്തരെ ഇപ്പോൾ വടക്കേ നട വഴി താഴേക്ക് ഇറക്കുകയാണ്. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം നട തുറക്കുമ്പോൾ ഇവരെ വടക്കേ നട വഴി വീണ്ടും ഈ ഫ്ലൈ ഓവറിലേക്ക് എത്തിക്കുകയും തുടർന്ന് അയ്യപ്പ ദർശനം സാധ്യമാക്കാനും ആണ് പോലീസിന്റെ പദ്ധതി. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ദേവസ്വം ബോർഡ് ജീവനക്കാർ പറയുന്നത്, സാധാരണ എല്ലാ ദിവസവും വൈകിട്ട് രാത്രി ഈ ഭസ്മപ്രസാദ് വടക്കേ നടയുടെ ഭാഗത്ത് വിരിവെക്കാൻ സൗകര്യം ഒരുക്കിയിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി ഈ തീർത്ഥാടകർക്ക്, അയ്യപ്പ ഭക്തർക്ക് വടക്കേ നടയിൽ വിരിവെക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നില്ല. കാരണം ഏതെങ്കിലും ഒരാൾ ഈ ശബരിമല അയ്യപ്പ ദർശനം സാധ്യമാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാനുള്ള വഴി 18-ാം ഈ വടക്കേ നട വഴിയാണ്. അപ്പോൾ ഈ ബിന്ദുവും കനകദുർഗയും അതുവഴി ഇറങ്ങുകയാണെങ്കിൽ അയ്യപ്പ ഭക്തർ കാണുകയും അത്തരത്തിലൊരു വലിയൊരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന ഭയം മൂലം പോലീസ് കൃത്യമായ പദ്ധതിയിലൂടെ വടക്കേ നടയിൽ വിരിവെക്കുന്ന ഭക്തരെ ഇന്നലെ വൈകിട്ടോടുകൂടി ഒഴിപ്പിക്കുന്നു. വടം കെട്ടി മറച്ച ശേഷം രാത്രി ഒന്നും അവിടെ യാതൊരു ഭക്തരെയും വിരിവെക്കാൻ സൗകര്യം ഒരുക്കിയിരുന്നില്ല. ഇത് പോലീസിന്റെ കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഇവിടെ ജീവനക്കാർ നമ്മോട് പറയുന്നത്. രഞ്ജിത്ത്, അത്തരത്തിൽ കൃത്യമായ തയ്യാറെടുപ്പുകളോടെ തന്നെ പോലീസിന് നേരത്തെ അറിയാമായിരുന്നു ഇന്ന ദിവസം ഇവർ ദർശനത്തിന് എത്തും എന്ന രീതിയിൽ. അങ്ങനെയാണോ കാര്യങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത്? അത് ഈ യുവതികൾ പറയുന്നത് പോലെ അവർ എത്തി സുരക്ഷ ആവശ്യപ്പെട്ടു, അതിനുശേഷം പോലീസ് നൽകുകയായിരുന്നു എന്നതൊന്നുമല്ല കാര്യങ്ങൾ. നേരത്തെ പോലീസിനെ അറിയിച്ച് പോലീസ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ വേണമോ കരുതാൻ? രഞ്ജിത്ത്, ഇത് ആദ്യം അവർ സുരക്ഷ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ പുണ്യാഹം കർമ്മം നടക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പുണ്യാഹം അടക്കമുള്ള കർമ്മങ്ങൾ ഇവിടെ ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് നടത്തുകയാണ്. ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടായി എന്ന കൃത്യമായ സ്ഥിരീകരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ശബരിമല പുണ്യാഹം നടക്കുന്നു. ഇതിനെ തുടർന്നാണ് ഇനിയുള്ള പ്രത്യേക പൂജകൾക്ക് ശേഷം 1 മണിക്കൂർ ശേഷം നട തുറക്കാനാണ് ഇപ്പോൾ ശബരിമല മേൽശാന്തിയുടെയും തന്ത്രിയുടെയും തീരുമാനം. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഈ
ഈ യുവതികൾ വന്നതിന് ശേഷം സുരക്ഷ ആവശ്യപ്പെട്ടതാണോ അല്ലെങ്കിൽ മുൻകൂട്ടി ഇത് തയ്യാറാക്കിയതാണോ എന്ന് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും യുവതികൾ 18-ാം പടി കയറുന്നത് ശബരിമല അയ്യപ്പ ദർശനം നടത്തുന്നത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വടക്കേ നടയിൽ വിധിവച്ചിരുന്ന ഭക്തജനങ്ങളെ ഒഴിവാക്കി ആ ഭാഗം കൃത്യമായ ഒരു പോലീസ് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് യുവതികൾക്ക് ദർശനം നടത്തിയ ശേഷം അവരെ വടക്കേ നടയിലൂടെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഒരു സുരക്ഷ സ്ത്രീകൾക്ക് ഒരുക്കിയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, അല്ലെങ്കിൽ അതിനെ യാതൊരു വിധത്തിലും നമ്മൾ സംശയിക്കേണ്ടതില്ല. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നട അടച്ചിരുന്ന ഒരു അസാധാരണമായ ഒരു സംഭവത്തിലേക്ക് ശബരിമലയിലെ നടപടികൾ പോയതോടുകൂടി തീർച്ചയായും അത്തരത്തിലും കൂടിയാലോചനകൾ നടക്കുന്നുണ്ടാവണം. ഇപ്പോൾ ഏതായിരുന്നാലും ശബരിമലയിൽ സന്നിധാനത്ത് ഇപ്പോൾ ശുദ്ധികലശം നടക്കുകയാണ്. വി എൻ വാസുദേവൻ നമ്പൂതിരിയുടെ മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ശുദ്ധികലശം നടക്കുന്നത്. ഇതിനുശേഷം 1 മണിക്കൂറിന് ശേഷം ഇവിടെ വീണ്ടും അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാനാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത്.